ഫസ്റ്റ് ഫണ്ട് ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അതിലെ ആക്ടിവിറ്റി 4 എടുക്കുക. ഒബ്സർവ് ദ പിക്ചർ, ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. എന്താണ്, പിക്ചർ നന്നായി നിരീക്ഷിച്ചിട്ട് അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞിട്ട് അത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്. ഓറഞ്ച്, ആപ്പിൾ, മാംഗോ, പൈനാപ്പിള്, ബനാന, ഗ്രേപ്സ്, ജാക്ക് ഫ്രൂട്ട്, ലെമൺ, വാട്ടർമെലൺ, പപ്പായ, ബ്ലൂബെറി, ഇതൊക്കെ ഉണ്ടല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് പറയാം. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ പാവയ്ക്ക. ദെൻ ക്യാരറ്റ്, ക്യാബേജ്, സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്. ദെൻ ബ്രിഞ്ചാൾ, വഴുതന, ഗ്രീൻ ചില്ലി, പച്ചമുളക്, കോളിഫ്ലവർ. ദെൻ ആഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ. സ്നേക്ക് ഗാർഡ്, പടവലങ്ങ. ദെൻ എലിഫൻറ്റ് യാമ്, ചേന. പൊട്ടാറ്റോ അറിയാലോ, ഉരുളക്കിഴങ്ങ്. സ്പിനാച്ച്, ചീര. ദെൻ പംകിൻ അറിയാലോ, മത്തങ്ങ. ലേഡീസ് ഫിംഗർ എന്താണ്, വെണ്ടയ്ക്ക. ഓക്കെ, ഇതൊക്കെയാണ് പിക്ചറിൽ കാണുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5 എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. കുറേ ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസും കൂടിയും കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. തന്ന ഫോർമാറ്റ് പോലെ സെൻറ്റൻസസ് എല്ലാം മാറ്റി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. അതായത് ഒരു മത്സ്യകന്യക നല്ല ഭംഗിയുള്ള ഡ്രസ്സിൽ എന്താണ് വിൻഡോൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇതെന്താണ്, ഇതെന്ത് ഫോമാണ്? ഇത് പ്രസൻറ്റ് ഫോമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അല്ലേ, പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. അതായത് വേർബ് 1 ഫോമാണ് കേട്ടോ, V1 ആണ്. നെക്സ്റ്റ് എന്താ, അപ്പോൾ അതും റീറൈറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. എന്താണ്, ഒരു മത്സ്യകന്യക നല്ല ഭംഗിയുള്ള ഡ്രസ്സിൽ ജനലിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്താണ്, അത് വേർബ് 2 ഫോമിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ചോട്ടിലെ സെൻറ്റൻസസ് എല്ലാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 നോക്കാം. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. എന്താണ്, ജെല്ലി ഫിഷ് നല്ല തിളങ്ങുന്ന വെളിച്ചം കൊണ്ടുവരുന്നു. ബ്രിങ്സ് എന്നാണ് അല്ലേ. അത് നമ്മൾ ഇനി എന്താക്കണം, വേർബ് 2 ഫോമിലാക്കണം. അപ്പോൾ എന്താ വരിക, ദ ജെല്ലി ഫിഷ് കൊണ്ടുവന്നു എന്ന് വരണം. അപ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ ബ്രിങ്സ് ആണ്. അത് കൊണ്ടുവന്നു എന്നാവുമ്പോൾ എന്താവും, ബ്രോട്ടാവും. ബ്രിങ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ബ്രോട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ വരിക, ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽസ് കിലുങ്ങുന്ന വളകളുമായി വരുന്നു എന്നാണ് അല്ലേ, കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ഇനി നമ്മളിത് എന്താക്കി മാറ്റണം, വന്നു എന്നാക്കണം. അപ്പോൾ എന്താ വരിക, കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, കെയിം ആണ്. അപ്പോൾ നമ്മളത് മാറ്റി ചെയ്ത് എങ്ങനെയാണ്, ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ഇനി നെക്സ്റ്റ് നോക്കൂ. ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. എന്താണ്, ഡോൾഫിൻസ് നല്ല മണമുള്ള ഫ്ലവേഴ്സ് ക്യാരി ചെയ്തു എന്നാണ് അല്ലേ. ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യുക, ഡോൾഫിൻസ് ക്യാരിയുടെ പാസ്റ്റ് ടെൻസ് എന്താ, ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. നെക്സ്റ്റ് ജൂലിയ സ്മൈൽസ് ആണ്. സ്മൈൽ എന്ന് പറഞ്ഞാൽ, സ്മൈൽസ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നു അല്ലേ. അപ്പോൾ സ്മൈലിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, സ്മൈൽഡ്. അപ്പോൾ ജൂലിയ സ്മൈൽഡ്. നെക്സ്റ്റ് എന്താണ്, ദ പാർട്ടി ബിഗിൻസ്. പാർട്ടി ആരംഭിക്കുന്നു എന്നാണ് അല്ലേ, ബിഗിൻസ്. ഇനി ബിഗിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ബിഗാൻ. അപ്പോൾ ദ പാർട്ടി ബിഗാൻ. കുറച്ച് കൂടുതൽ വേർഡ്സിൻ്റെ പാസ്റ്റ് ടെൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. ആക്ടിവിറ്റി 7, look at the pictures given below. The words underlined indicate a group. ചോട്ടിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഫസ്റ്റ് പിക്ചർ എന്താണ്, എ ഫിഷ്, ഒരു ഫിഷ് ആണല്ലേ. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷിന് നമ്മൾ എന്താ പറയുക എന്ന് വെച്ചാൽ എ സ്കൂൾ ഓഫ് ഫിഷ്. നെക്സ്റ്റ് നോക്കൂ, എ ബനാന. ബനാനയുടെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക, എ ബഞ്ച് ഓഫ് ബനാനാസ്. അധികം ഫ്രൂട്ട്സ് എല്ലാം ബഞ്ച് എന്നാണ് പറയുക. ഓക്കെ, എന്താണ്, ബഞ്ച് ഓഫ് ചെറി, എ ബഞ്ച് ഓഫ് ഷുഗർ കെയിൻ, എ ബഞ്ച് ഓഫ്
apple, a bunch of grapes. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, എ ഡോഗ് ആണ്. നായ്ക്കളുടെ കൂട്ടത്തിന് എന്താ പറയുക? എ പാക്ക് ഓഫ് ഡോഗ്സ്. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ടോട്ടലെ പിക്ചേഴ്സ് എല്ലാം നോക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബ്രാക്കറ്റ്സിൽ തന്നിരിക്കുന്നതിലെ സ്യൂട്ടബിൾ വേർഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? എ ഡാഷ് ഓഫ് പ്ലേയേഴ്സ്. എന്താ വരിക? എ ടീം ഓഫ് പ്ലേയേഴ്സ് അല്ലേ വരിക? ദ നെക്സ്റ്റ് എ ഡാഷ് ഓഫ് ഷീപ്പ്. അത് വരിക ഹേർഡ് ഓഫ് ഷീപ്പ്. അതുപോലെ തന്നെ ഹോസസിൻ്റെയും എന്താണ് വരിക? ഹേർഡ് എന്നാണ് വരിക. എ ഹേർഡ് ഓഫ് ഹോസസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെയും എ ഹേർഡ് ഓഫ് എലിഫൻ്റ് എന്നാണ് വരിക. അതുപോലെ തന്നെ ഡിയറിൻ്റെയും ഹേർഡ് എന്ന് തന്നെ വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എ ഡാഷ് ഓഫ് കീസ്. എന്താണ്? എ ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുക. പിന്നെ ബേർഡ്സിൻ്റെ ഒക്കെ പറയുന്ന സമയത്ത് പറയുക ഫ്ലോക്ക് എന്നാണ് പറയുക. എന്താണ്? എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുക. അതായത് ഫ്ലോക്ക് ഓഫ് ഡക്സ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ഹെൻ എന്ന് പറയാം. പിന്നെ ഉറുമ്പുകളുടെ കൂട്ടത്തിന് നമ്മൾ പറയുക ആർമി എന്നാണ് പറയുക. മങ്കിയുടെ പറയുക ട്രൂപ്പ് എന്നാണ് പറയുക. പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളിതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. ദെൻ കളർ ഇറ്റ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ദെൻ അവർ തമ്മിലുള്ള മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. മെർമെയ്ഡ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഗോൾഡ് ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹായ് ഗോൾഡ് ഫിഷ്, വെൽക്കം ടു ദ പാർട്ടി. ഗോൾഡ് ഫിഷിനോട് പറയുക എന്തായിരിക്കും? പാർട്ടിയിലേക്ക് വെൽക്കം ചെയ്യുമായിരിക്കും ചെയ്യണ്ടാവുക അല്ലേ? അപ്പോൾ ഗോൾഡ് ഫിഷ് എന്താ പറയുക? ഹായ് പ്രിൻസസ് ജൂലിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുകയല്ലേ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും മെർമെയ്ഡ് മറുപടി പറയുക? എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? താങ്ക് യു മൈ ഡിയർ. ഇനി ഗോൾഡ് ഫിഷ് എന്ത് പറഞ്ഞിരിക്കാം? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ യുവർ ഡയമണ്ട് ക്രൗൺ. നിൻ്റെ വജ്ര കിരീടത്തിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ദെൻ മെർമെയ്ഡ് അപ്പം എന്താ പറയുക? ഹോ താങ്ക് യു വെരി മച്ച്, കം ലെറ്റ്സ് ബിഗിൻ അവർ പാർട്ടി. നമുക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗോൾഡ് ഫിഷ് പറയും ഓക്കെ പ്രിൻസസ് ജൂലിയ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.